കായംകുളം താലൂക്ക് ആശുപത്രിയിൽ 7 വയസ്സുകാരൻ്റെ തുടയിൽ സൂചി തുളച്ചു കയറിയ സംഭവത്തിൽ ആശുപത്രിക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായി DMCയുടെ റിപ്പോർട്ട് വരുന്നു. വീഴ്ച വരുത്തിയ 11 ജീവനക്കാരെയും സ്ഥലം മാറ്റാൻ DMO ജമുന വർഗീസ് ഉത്തരവിറക്കി. അത്യാഹിതത്തിലെ ബെഡിലോട്ട് കിടത്തിയിട്ട് അവിടെ തന്നെ വെച്ചു കൊടുക്കാൻ പറഞ്ഞു. അത്യാഹിതത്തിലെ ബെഡിൽ പോയിരുന്ന് കുട്ടി കയറി ബെഡിലോട്ട് ഇരുന്നപ്പോഴാണ് ഈ സിറിഞ്ചിൻ്റെ സൂചി, അതായത് ഉപയോഗിച്ച് കഴിഞ്ഞതിൻ്റെ സാധനം ഈ ബെഡിൻ്റെ റെക്സിൻ ഷീറ്റിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അത് കുട്ടി കയറി ഇരിക്കുമ്പോൾ തന്നെ കുട്ടിയുടെ ബാക്കിൽ കൊണ്ടിട്ട് കുട്ടി എന്തോ കുത്തിയെന്നും പറഞ്ഞ് ചാടി എണീറ്റായിരുന്നു. അപ്പോൾ തന്നെ ഞാനത് നോക്കി, ബ്ലീഡിങ് ഉണ്ട്, ബാക്കിൽ നിന്ന് രക്തം പൊടിയുന്നുണ്ട്. ഞാൻ സിസ്റ്ററെ വിളിച്ചു, സിസ്റ്റർ വന്നു. വൈഫ് അപ്പം വാക്സിൻ ഷീറ്റ് മാറ്റുമ്പം ഈ സൂചി മേളിലേക്ക് ഇങ്ങിട്ടിരിക്കുക. നമുക്കിതിൻ്റെ സോഴ്സ് അറിയത്തില്ല, അത് എവിടെ നിന്ന് ആര് ഉപയോഗിച്ചാൽ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് 7 വയസ്സുള്ള കുട്ടിയായതുകൊണ്ട് നമുക്കിതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളും നടത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടുത്തെ ലാബിൽ തിരക്കാൻ അവിടുത്തെ സ്റ്റാഫിനെ, അറ്റൻഡറാണെന്ന് തോന്നുന്നു, ഒരു സ്ത്രീയായിരുന്നു, അവർ പോയി തിരക്കിയിട്ട് വന്നപ്പോൾ അവിടുത്തെ ലാബിൽ എൻ്റെ ടെസ്റ്റും കാര്യങ്ങളില്ല. ആലപ്പുഴയിൽ നിന്നും മനീഷ് മോഹിബാൽ തത്സമയം ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, പറയും. ഗുഡ് മോർണിംഗ് SK. ഈ ഗുരുതരമായ വീഴ്ച ഉണ്ടായത് കഴിഞ്ഞ മാസം 19-ാം തീയതിയാണ്. കായംകുളം ചിറക്കടവ് സ്വദേശികളായ ദമ്പതികളുടെ മകൻ 7 വയസ്സുകാരനെ പനി ഉള്ള സാഹചര്യത്തിലാണ് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. ഈ സമയത്ത് കിടക്കയിൽ ഈ കുട്ടിയെ ഇരുത്തുന്ന സമയത്താണ് കിടക്കയിൽ വിരിച്ചിരുന്ന ബെഡ്ഷീറ്റിൻ്റെ അടിയിൽ നേരത്തെ ഒരു രോഗിയെ പരിചരിച്ചതിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന സിറിഞ്ചും സൂചിയും അവിടെ ഉണ്ടായിരുന്നു. അലക്ഷ്യമായി അവിടെ വലിച്ചെറിഞ്ഞിട്ട് പോയിട്ടുള്ളതായിരുന്നു. ഇത് ഈ കുട്ടിയുടെ തുടയിൽ തളച്ചു കയറി. അങ്ങനെ അത് അപ്പോൾ തന്നെ ആശുപത്രി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി HIV അടക്കമുള്ള ടെസ്റ്റുകൾ നടത്തി. നിലവിൽ HIV ടെസ്റ്റ് നെഗറ്റീവാണ്. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നീട് കുട്ടികളുടെ ബന്ധുക്കളും മാതാപിതാക്കളും കായംകുളം പോലീസിൽ പരാതി നൽകി, ആരോഗ്യവകുപ്പിൽ പരാതി നൽകി. ആലപ്പുഴ DMO നടത്തിയ അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ച കായംകുളം താലൂക്ക് ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായതായി മനസ്സിലായി. അങ്ങനെ 11 പേർ, അതായത് നഴ്സിംഗ് അസിസ്റ്റന്റുമാർ, സ്റ്റാഫുകളടക്കം ഈ അവിടെയുള്ള മറ്റ് കീഴ് ജീവനക്കാരടക്കം 11 പേരോട് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. അവർ നൽകിയ വിശദീകരണം തൃപ്തികരമല്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ 11 പേർക്കെതിരെയും സ്ഥലം മാറ്റലടക്കമുള്ള നടപടികൾക്ക് വേണ്ടിയാണ് DMO റിപ്പോർട്ട് കൈമാറിയിട്ടുള്ളത്. ഇതിന്മേൽ ശുപാർശ നൽകിയിട്ടുണ്ട്. നിലവിൽ DHSൻ്റെ കീഴിലുള്ള ആശുപത്രിയിലെ നഴ്സിംഗ് സൂപ്രണ്ട്, അതായത് ഹെഡ് നഴ്സ് അടക്കമുള്ള ആളുകൾക്കെതിരെ നടപടി വേണമെന്ന ആവശ്യമുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ CWC വിഷയം ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. SK. മോണിഷ്, ഇങ്ങനെ